ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫും അടിപൊളി ഒരു ഇന്റർവെൽ പഞ്ചും കിഡിലൻ സെക്കൻഡ് ഹാഫും ഒക്കെ ആയിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് ചത്താപ്പച്ച എനിക്ക് അനുഭവപ്പെട്ടത്. WWE എന്നൊരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു കേട്ടാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു തീമാണ് സിനിമ പറയുന്നത്. അപ്പോൾ WWE ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ സിനിമ കുറച്ചും കൂടി റിലേറ്റ് ആവും സിനിമ കാണുമ്പോൾ. അപ്പം ഞാനൊക്കെ WWF കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ഹൾക്ക് ഹോഗൻ, ഹിറ്റ്മാൻ, അണ്ടർടേക്കർ, ഷോൺ മൈക്കിൾസ് അവരൊക്കെയാണ് നമ്മുടെ ഹീറോസ്. പിന്നെ WWE ആയി മാറിയപ്പോൾ നമ്മളിത് കാണൽ നിർത്തിയായിരുന്നു. അപ്പോൾ അന്ന് WWF കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു. നമ്മൾ വീഡിയോ കാസറ്റൊക്കെ ഇട്ട് ഈ സംഭവമൊക്കെ കണ്ടിട്ടുണ്ട് TV-യിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാളജി ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് വന്നില്ല, പക്ഷേ ഇന്റർവെൽ പഞ്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റിങ് ഫൈറ്റും ഫൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചാൽ നല്ല രസമുണ്ട്. ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ വാൾട്ടറും പിള്ളേരും പൊളിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേര് അടിപൊളിയായിരുന്നു. നല്ല ഒന്നൊന്നര പിള്ളേര്. പക്ഷെ വാൾട്ടർ ആളൊരു കോമഡി പീസായി പോയി. പുള്ളിയുടെ ക്യാമിയോ ഭയങ്കര ഒരു ശോകം സംഭവമായി പോയി. മമ്മൂട്ടിക്ക് ഒട്ടും ചേരാത്തൊരു വിഗും കോസ്റ്റ്യൂമും പിന്നെ ഡയലോഗ് ഡെലിവറിയും ഒട്ടും ഇംപ്രസീവായിട്ട് വന്നില്ല. ബബ്ബയിൽ ലാലേട്ടന്റെ ഒരു ക്യാമിയോ വന്ന് ആകെ ശോകം ആയിട്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ വേറൊരു ക്യാമിയോ ഈ സിനിമയിൽ വന്ന് ആ തട്ട് ഇപ്പൊ ബാലൻസ് ആയിട്ടുണ്ട്. അർജുൻ അശോകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കോമഡി എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതും കൊള്ളായിരുന്നു. പിന്നെ സിനിമയിൽ എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റോഷൻ മാത്യു ചെയ്ത് കഴിഞ്ഞാൽ വെട്രിയുടെ ക്യാരക്ടറാണ്. അടിപൊളിയായിരുന്നു. പുള്ളി ആ ഒരു റഫ് ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസും അടിപൊളിയായിരുന്നു. പുള്ളിയുടെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ആ ഒരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. നല്ല രസമായിട്ട് തന്നെ റോഷൻ മാത്യു ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ മോളായിട്ടുള്ള കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഷാൻ ഷൗക്കത്താണ് ലിറ്റിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നത്. പുള്ളിയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല രസമായിട്ട് തന്നെ പുള്ളി ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര ഗുഡായിട്ട് തോന്നിയില്ല. ജസ്റ്റ് ഒരു ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. വില്ലനായിട്ട് വരുന്നത് വിശാഖ് നായരാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്വാഗും ആ ഒരു ലുക്കും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ പുള്ളിയെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റോസമ്മ എന്ന് പറഞ്ഞ കുട്ടീനാണ്. പുള്ളിക്കാരത്തി നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ക്യാരക്ടറായിരുന്നു. അടിപൊളിയായിട്ട് പുള്ളിക്കാരത്തി പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്വൈത് നായരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരു വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ആക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല രസമായിട്ട് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് അർജുൻ അശോകനും റോഷൻ മാത്യൂസും തമ്മിലൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അത്ര ഒരു ഇംപ്രസീവായിട്ട് വന്നില്ല. അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നല്ലൊരു പവർഫുൾ റീസണൊക്കെ ആക്കിയെന്ന് കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയാണ് നമുക്ക്. മുജീബ് മജീദാണ് BGM ചെയ്തിരിക്കുന്നത്. പെഡായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ എഹ്സാൻ ലോയിയാണ്. ആ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് കൊള്ളായിരുന്നു. പിന്നെ ഉള്ളതൊന്നും വലിയ ഒരു ഇംപ്രസീവായിട്ട് തോന്നിയില്ല. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആനന്ദ് C ചന്ദ്രനാണ്. അടിപൊളിയായിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് പ്രവീൺ പ്രഭാകറാണ്. അപ്പോൾ കട്ട്സും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ഫൈറ്റിൽ ശരിക്കും അടിപൊളി കട്ട്സ് വരുമ്പോഴാണ് ഫൈറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റും റിങ്ങും കാര്യങ്ങളും ഇടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കിട്ടും. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചത്താപച്ച ഒരു വൺ ടൈം തിയേറ്റർ വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.